എവരിവൺ വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മൂടി പൊസിഷൻ എങ്ങനെ പോണെന്ന് അറിയണ്ടേ? നമ്മുടെ പുല്ലരട്ടിയായി മേളിലേക്ക് പൊന്തിയ പൂ പോലെ നിൽക്കണമെന്നൊക്കെ പുല്ലാട്ടോ. അവിടെ നെല്ലുണ്ടോ? നെല്ല് പൊതമ്പ് പൊട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതുണ്ടോ, ആണ് നമ്മൾ പൊതമ്പ് പൊട്ടിയെന്ന് പറയാം. കുഞ്ഞു കുഞ്ഞു കിളികളുടെയൊക്കെ ഒച്ച കേൾക്കാല്ലേ, നല്ല രസമില്ലേ ഇത് കേൾക്കാനായിട്ട്. ഇത് രാവിലെ തന്നെ പോയ കാഴ്ചയാട്ടോ ഈ കാണുന്നത്. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാട്ടോ. നമ്മളിവിടെ പൊതമ്പ് പൊട്ടിയെന്ന് പറയും കേട്ടോ. ഈ നെല്ലിൻ്റെ കതിര് വന്നതിനെ പൊതുമ്പ് പൊട്ടിയെന്നാട്ടോ ഇവിടെ പറയണത്. നെല്ലിൻ്റെ പൂക്കളൊക്കെ കാണാനേ നല്ല രസമുണ്ടല്ലേ. എല്ലാവരും പ്രാർത്ഥിക്കണേ നല്ല വിളവൊക്കെ ഉണ്ടാവാനായിട്ട്. നിറച്ചും പുല്ലുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഇതുണ്ടാവുന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ കൊയ്ത്തിന് നേരമാകുമ്പോൾ കറക്റ്റായിട്ട് മഴ പെയ്ത് മിക്ക കൊല്ലവും നല്ല പണി കിട്ടാറുണ്ട് കേട്ടോ. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണേ. നമ്മുടെ വീട്ടിലെ പ്ലാവുമുണ്ടായ ചക്കകളാണ് ഈ കാണുന്നത് ഗൈസ്. ചക്ക ആ കിളിയുടെ ഒച്ചയൊക്കെ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ അത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരുടെയോ കപ്പ കൃഷിയാണ്. പിന്നെ അത് ഈ കാണുന്നത് കോളമ്പി പൂവാട്ടോ. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടത് മൾബറിയുടെ തൈയാട്ടോ. ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് മേടിച്ചൊരു മൾബറിയുടെ തൈയാട്ടോ. എനിക്ക് ആദ്യം ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, ഹെൽത്തി ആയിട്ടുള്ളത് കിട്ടുമോ എന്നൊരു ഡൗട്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാട്ടോ കിട്ടിയത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അതോ മീഷോന്നോ ഇതിനകത്ത് നിന്ന് ഏതോ ഒന്നിന്ന് ബുക്ക് ചെയ്തതാട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നെ തരാട്ടോ. ഞാനൊരു ഹോൾ വീഡിയോ ഇടുന്നുണ്ട്, അതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കപ്പോള പെരുന്നാളിൻ്റെ വിശേഷങ്ങളാട്ടോ കാണുന്നത്. ഇവിടെയും പടക്കത്തിൻ്റെ നല്ല ബഹളമായിരിക്കും കേട്ടോ. നല്ല രസമായിരുന്നു പെരുന്നാൾ. പക്ഷേ എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഷോർട്സിൻ്റെ രീതിയിൽ എടുത്ത കാരണം നമ്മളിങ്ങനെ അങ്ങോട്ട് തിരിച്ചും ഇങ്ങോട്ട് തിരിച്ചൊക്കെ എടുക്കുമ്പോൾ വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി കിട്ടണില്ല. അത് കാരണം ഞാൻ പിന്നെ അത് ഇൻക്ലൂഡ് ചെയ്തില്ല കേട്ടോ. ഈ കാണുന്ന ഞങ്ങളുടെ അമ്മ വീട്ടിലെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളാട്ടോ. അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് സംഭവങ്ങളൊക്കെയാണിത്. ഇനി നിങ്ങളൊന്ന് ആസ്വദിക്കുക. അവിടുത്തെ പെരുന്നാളിനുണ്ടല്ലോ പടക്കത്തിൻ്റെ ബഹളമായിരിക്കും. അപ്പുറത്തെ വീട്ടിൽ നിന്നും ഇപ്പുറത്തെ വീട്ടിൽ നിന്നും പടക്കം പൊട്ടിച്ച് മത്സരം നടത്തുന്നു എന്ന് പറയുന്ന പോലെയാണ്. പ്രദക്ഷിണം ഞങ്ങളുടെ അമ്മ വീടിൻ്റെ ഫ്രണ്ടിൽ പോട്ടോ. അപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കപ്പുറത്തില്ലാത്ത രീതിയാട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി ഷോർട്ട് വീഡിയോസിൽ ബാക്കി കാണാം കേട്ടോ നമുക്ക്. ഇപ്പോൾ ഇതേ നെല്ല് പുഴുങ്ങിയതിൻ്റെ വിശേഷം കേട്ടോ അതേ കാണുന്നത്. അപ്പോൾ നെല്ല് പുഴുങ്ങിയതിൻ്റെ പാകമൊക്കെ ആട്ടോ ഞാൻ കാണിച്ചതിനെ കണ്ടോ. നിങ്ങുമ്പോൾ ചോറ് അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടോ, അതുപോലെ ഇരിക്കും കേട്ടോ. ഇനി നെല്ല് പുഴുങ്ങിയത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കുവേ. വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമ്മളത് മില്ലിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ മേലുള്ള തോടൊക്കെ ഇല്ലേ അത് കളഞ്ഞ് അരിയായിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ ഈ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ, നമ്മുടെ കൊക്കക്കായ കേട്ടോ. വലിയൊരു കൊക്കക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പൊളിക്കണ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഗൈസ്. അപ്പോൾ ഈ ചക്കയൊക്കെ പറിച്ച് ഇവിടെ ഒളിച്ചിരിക്കുന്ന ഒരാളുണ്ട്. ആരാണ്? വാഴക്കണ്ട്. കണ്ടു ഇതെങ്ങടെ പോണേ? ഇതെന്തോന്ന് എടുക്കണേ? ഒന്നുമില്ലെന്നാ. ആ പൊക്കോ. അങ്ങനെയാ കയ്യില് ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ എറിയണത്. ഇനി തിരിച്ചറി. ഞാൻ പ്രതീക്ഷിച്ചു.
രണ്ട് വട്ടത്ത് നമ്മൾ പെരുന്നാൾ കൂടാൻ വന്നിട്ടുള്ള വിശേഷങ്ങളാട്ടോ ഇതൊക്കെ. നമ്മുടെ ചേട്ടനും ചേച്ചിയുടെ വീട്ടിൽ വന്നേക്കണതാട്ടോ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ ഇതൊക്കെ എൻ്റെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ആട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവർ ഓരോ ടൈപ്പ് ഓഫ് കളികൾ കളിക്കുകയാണ്. 3 പേര് എണ്ണീട്ട് ബാക്കിയുള്ളവർ ഒളിക്കണതൊക്കെ. ഞങ്ങളൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ എണ്ണീട്ട് ബാക്കിയുള്ളവർ ഒളിക്കണതാണ്. പിന്നെ കല്ലും കൊണ്ട് എറിഞ്ഞ് കളിച്ച് കാണിച്ചു തന്നു. അത് നേരത്തെ കണ്ടത്. എറിഞ്ഞ് ലാസ്റ്റ് എൻ്റെ മേത്തേക്കായിട്ട് എറിയൽ. അപ്പോൾ അത്ര കൂട്ട് ഇന്നത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.